ഹലോ ഗൈസ്, ഇന്ന് ഈവനിങ് ആയപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ എപ്പോഴും മാസം അവസാനമാണ് കേട്ടോ സാധനം വാങ്ങുക. പക്ഷേ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ടും പിന്നെ വ്യാഴാഴ്ച വൈകുന്നേരമാണല്ലോ, നാളെ ജോലിക്കും സ്കൂളിലേക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ടും കുറച്ച് ഷോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഈ ഗൾഫിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റൊക്കെ അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലെങ്കിൽ അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന ചില ടിപ്സ് പറഞ്ഞു തരാനാണ് കേട്ടോ. ഞാൻ എപ്പോഴും നമുക്കിവിടെ നിയർ ആയിട്ടുള്ളത് ലുലു മാളാണ്. അപ്പോൾ ലുലു മാളിലാണെങ്കിൽ കുറച്ച് വില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതായത് മറ്റുള്ള മാളുകളെ നോക്കുമ്പോൾ ചില സാധനങ്ങൾ വില കൂടുതലായിരിക്കും, പക്ഷേ ചിലത് നല്ല ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ. പച്ചക്കറിയൊക്കെ ആകുമ്പോൾ നല്ല ക്വാളിറ്റി ലുലുവിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ പയർ, പരിപ്പ്, കടല, ഗ്രീൻ പീസ് അങ്ങനെയുള്ള സാധനങ്ങൾ വേറെ എവിടെയും കുറച്ച് വില കുറവുണ്ടാവും. അപ്പോൾ ഞാൻ നന്നായിട്ട് കമ്പയർ ചെയ്തിട്ട് ആണ് വാങ്ങുന്നത്. മെയിനായിട്ട് കുറേ മാസമായി ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടായിരുന്നു സാധനങ്ങൾ വാങ്ങുന്നത്. പക്ഷേ അറിയാമല്ലോ, നമ്മൾ ഇങ്ങനെ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം നമുക്കിപ്പോൾ ചിലത് ആവശ്യമില്ലെങ്കിൽ കൂടി കാണുമ്പോൾ അതെടുത്ത് പോവും. അങ്ങനെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളാണെങ്കിലും അവർ വരുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിലൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചായപ്പോൾ ഞാനിങ്ങനെ ഓൺലൈനിൽ ഈ വെബ്സൈറ്റ് എടുത്തിട്ട് ഓൺലൈനിൽ നോക്കി തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ ഓൺലൈനിൽ കൂടെ തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പൈസ എമൗണ്ടിൻ്റെ കൂടുതൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജും വരില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് അറിയാം. മറ്റേത് നമ്മൾ മാളിൽ പോയി കഴിയുമ്പോൾ എല്ലാ സാധനങ്ങളും പെറുക്കി എടുത്ത് ലാസ്റ്റ് ആകുമ്പോഴേ ബില്ലിംഗ് സെഷനിൽ പോകുമ്പോഴായിരിക്കും നമ്മുടെ ചിലപ്പോൾ ബഡ്ജറ്റ് കൂടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കുറേ സാധനങ്ങളൊക്കെ വാങ്ങും. അപ്പം ഞാനതിന് കണ്ടുപിടിച്ച ഒരു റെമഡിയാണ് ഓൺലൈനായിട്ട് വാങ്ങുക. അതാകുമ്പോൾ നമുക്ക് ഓരോ സാധനം കാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര എമൗണ്ടായി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ കുറേ മാസങ്ങളായി, 5-6 മാസമായെന്ന് തോന്നുന്നു എനിക്ക് ഈ ലുലുവിലൊക്കെ വന്നിട്ട്. പിന്നെ എന്തോ ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടി എന്തോ പരിപാടിക്കുമ്പോൾ അങ്ങനെ വന്നു, അല്ലാതെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ ചെയ്ത ഒരു ടിപ്പാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതായത് നമ്മൾ ഇങ്ങനെയുള്ള മാൾസിലൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ അതിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ വില നോക്കിയിട്ട് നമ്മൾ കാർട്ട് ചെയ്യുക. അപ്പം നമുക്ക് സാധനങ്ങൾ എടുക്കുമ്പോൾ എടുക്കാനും ഈസിയായി. ഈവൻ നമ്മളൊരു ബ്രാൻഡ് ഏതാണെന്നൊക്കെ അറിയാമല്ലോ. ഇപ്പം നമ്മളൊരു ചീസ് എടുക്കുകയാണെങ്കിൽ ആ ചീസ് എത്ര രൂപ വരും, അല്ലെങ്കിൽ ഏത് ബ്രാൻഡാണ് വിലക്കുറവ്, ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് ഓൾറെഡി നോക്കി വെച്ചിട്ട് വരുമ്പോൾ കാർട്ടിൽ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ വന്ന് പർട്ടിക്കുലർ സാധനങ്ങൾ വേഗം എടുക്കുക. അപ്പം നമുക്ക് ടൈമും ലാഭവുമാണ്, അതേപോലെ തന്നെ നമുക്ക് പൈസയും എത്രയാണ് എന്നുള്ളൊരു കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. മറ്റേത് നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇതാവുമ്പോഴത്തേനും ഒരു ഐഡിയ ഇല്ലാതെ ചുമ്മാ അങ്ങോട്ട് പർച്ചേസ് ചെയ്ത് ബഡ്ജറ്റും ഒന്നും ശരിയാവില്ല. അതായത് ഞാൻ പറയുന്നത് മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവരുടെ കാര്യമാണ് കേട്ടോ. അല്ലാത്തവർക്ക് ഇപ്പോൾ എന്തും വേണമെങ്കിലും വാങ്ങാം. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്, കാരണം നമ്മൾ ഒരാളെ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ലുലുവിൽ എത്തിയിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കണം. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, വളരെ കുറച്ച് നമുക്ക് പാല്, അരിപ്പൊടി, അതുപോലെ തന്നെ സോപ്പ് പൊടി, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ലിസ്റ്റ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് കൂടി ഇവിടെ വരുമ്പോൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ നമുക്ക് തോന്നും. കാണുമ്പോൾ ഇത് ഓഫർ ഉണ്ടല്ലോ, അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ സാധനം തീരുമല്ലോ, അപ്പോൾ ഇതിരിക്കട്ടെ, അങ്ങനെ ഒരു ഇതിലേക്ക് വരും. അപ്പം അങ്ങനെ സോസും കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സോസ് അന്ന് വന്നപ്പോൾ ഇവിടെ നല്ലൊരു ഓഫർ കണ്ടു, 3 പെട്ടി. അപ്പോൾ അത് നോക്കിയതാണ്, അത് എടുത്തില്ല. പിന്നെ സൺഫ്ലവർ ഓയിൽ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില കണ്ടപ്പോൾ അങ്ങനെ എടുത്തു. പിന്നെ മോപ്പ് എൻ്റെ കുറേ ആയിട്ടോ കേട് വന്നിട്ട്, അപ്പോൾ അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ വിലക്കുറവ് കണ്ടപ്പോൾ ഒരെണ്ണം നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇത് ബലം കിട്ടുമോ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ 2 നോക്കി ഒരെണ്ണം എടുത്തു. അവസാനം നമ്മളത് മാറ്റിയിട്ടോ. ഇത് പെറ്റ്സിൻ്റെ ഉള്ള സംഭവങ്ങളാണ്. നമുക്ക് പെറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഈ പൂച്ചയും പട്ടിൻ്റെയൊക്കെ ചിത്രം കണ്ടപ്പോൾ വെറുതെ ഇങ്ങോട്ട് കയറിയെന്ന് മാത്രം കേട്ടോ. പിന്നെ നമുക്കൊരു മഗ് അത്യാവശ്യമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് അന്ന് വീണ് പൊട്ടി, നമ്മൾ ടേപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് നല്ല ബലമുള്ള ഒരു കപ്പ് കേട്ടോ, തീരെ വളയുന്നില്ല. വേറെ 1-2 ഉണ്ടായിരുന്നു, അതിന് തീരെ ബലമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളെടുത്തു. ഇത് ഹസ്ബൻഡിൻ്റെ ജിമ്മേറ്റിൻ്റെ കുട്ടിയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ചിരിയായിരുന്നു. നല്ല സ്വീറ്റ് മോള്, ക്യൂട്ട് മോളായിരുന്നു കേട്ടോ. നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 1 ഇയർ, 1 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളോട് കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ബീഫൊക്കെ ഉണ്ടെന്ന്, ബീഫ് ബിരിയാണിയോ അല്ലെങ്കിൽ ബീഫ് മന്തിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്താൽ പോയത്. അപ്പോൾ ഇതാ ബീഫിൻ്റെ സെക്ഷനൊക്കെ നോക്കി. പിന്നെ ഇത് കണ്ടോ, കാല്
ഇത് എന്തിൻ്റെ കാലാണ് എനിക്കറിയില്ല കേട്ടോ. ഇത് കുഞ്ഞി എന്തോ കാലുകളാണ്. എപ്പോഴും ഞാൻ ഇങ്ങനെ കാണാറുണ്ട്, അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തെടുത്തതാണ്. പിന്നെ ഇതാ ഫ്രഷ് ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പോൾ ഫ്രോസൺ വാങ്ങും. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ ഓഫറൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ അങ്ങനെ വാങ്ങും. പിന്നെ നൂഡിൽസ് നമ്മളെല്ലാവരുടെയും ഫേവറേറ്റ് ഐറ്റമാണ്. ഫ്രൈഡേയ്സൊക്കെ മോർണിംഗ് നമ്മൾ നൂഡിൽസാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാ നൂഡിൽസൊക്കെ നോക്കി നിൽക്കുകയാണ്. നൂഡിൽസും ഒരു പാക്കറ്റ് എടുത്തു കേട്ടോ. നമ്മൾ ഇവിടെ അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങാറുണ്ട്. അതിനേക്കാളും കുറച്ച് ലാഭം തോന്നിയപ്പോൾ നൂഡിൽസ് ഒരു 5 എണ്ണം വരുന്ന ഒരു പാക്കറ്റ് എടുത്തു. പിന്നെ ഇതാ നമ്മുടെ ഡോണട്ടൊക്കെ നോക്കണം. പിന്നെ മെയിനായിട്ട് നമുക്ക് കോഫി പൗഡർ നെസ്കഫേൻ്റെ അത് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. നോർമലി വാങ്ങുന്നതിനേക്കാളും ഓഫർ ഞാൻ ചിലതൊക്കെ ഇങ്ങനെ കാർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ പ്രൈസ് ഡ്രോപ്പ് ആവുണ്ടോ എന്നൊക്കെ നോക്കും. അപ്പോൾ അതുപോലെ നല്ലൊരു ലാഭം കിട്ടിയിട്ടുണ്ട് ഒരു കോഫി പൗഡർ. പിന്നെ ഇതാ പാല് നമ്മൾ 4 ലിറ്ററായിട്ട് ഇങ്ങനെ വാങ്ങി വയ്ക്കും. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇതിൽ ലിസ്റ്റിലില്ലാത്തതാട്ടോ, എന്നാലും വില കുറവായതുകൊണ്ട് മത്തങ്ങ വാങ്ങിച്ചതാണ്. കാരണം ലിസ്റ്റിൽ ഇല്ലാത്തത് നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോൾ ബഡ്ജറ്റ് വീണ്ടും കൂടും. അപ്പോൾ അതിൽ കമ്പാരിറ്റീവ്ലി വില കുറവുള്ള സാധനങ്ങൾ വല്ലതും ഓഫറിനൊക്കെ നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മത്തങ്ങ കഷ്ണവും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ലെമൺ വേണമായിരുന്നു കേട്ടോ. കുറച്ചൊന്നും വേണ്ട, കുറച്ച്. കാരണം നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് വേണമെങ്കിൽ കിട്ടില്ല. അവിടെ കറക്റ്റ് 1/4 കിലോ 1/2 കിലോ എന്നൊക്കെ ഒരു കണക്കുണ്ടാവുമല്ലോ. അതുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയിരുന്നില്ല. കാരണം ലെമൺ ഇത്തിരി വില കൂടുതലായി ഇപ്പോൾ. അപ്പോൾ ഞാനൊരു 4-5 എണ്ണം, നമുക്ക് ആവശ്യമുള്ളത് മതിയല്ലോ. പിന്നെ ചൂടൊക്കെ ആയതുകൊണ്ട് അത്ര ഫ്രഷായിട്ട് ഇരിക്കുന്നില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടി. അതുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ട ഒരു 3-4 എണ്ണം മാത്രം പെറുക്കിയെടുത്തു കേട്ടോ. അത് പിന്നെ പെറുക്കണമെങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കും. നല്ലത് ഉള്ളത് നോക്കി അങ്ങനെ എടുത്തു. പിന്നെ ഇതാ വെജിറ്റബിൾ സെക്ഷനിലേക്ക് എല്ലാ തരം വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ എല്ലാ വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. ചില സമയത്ത് പോകുമ്പോൾ ചിലത് കുറവായിരിക്കും. പക്ഷെ ഇത്തവണ പോയപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞാനിതിങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട്, എനിക്കിതിങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞയും ഓറഞ്ച്, നമ്മൾ ഈ ഓണത്തിന് പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ചെണ്ടുമല്ലി ജമന്തിയൊക്കെ പിച്ചി വെച്ച പോലെയുള്ള കളർ കോമ്പിനേഷൻസൊക്കെ കാണുമ്പോൾ ഒരു രസം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തേങ്ങ ചിരവി വാങ്ങാനുണ്ടായിരുന്നു. ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ചിലപ്പോൾ തേങ്ങ ചിരവി നമ്മൾ വിളിച്ച് പറയണം എക്സ്ട്രാ, എന്നാലാണ് അവർ ചിരവി തരുള്ളൂ. അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ 2ആയി കട്ട് ചെയ്തിട്ടോ ഫുള്ളായിട്ടൊക്കെ തന്നെ വയ്ക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ലുലുവിൽ വരുമ്പോൾ 2-3 തേങ്ങ ചിരവി വാങ്ങാറുണ്ട്. പിന്നെ കുക്കുംബറൊക്കെ ഓൾറെഡി വീട്ടിലുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെയൊക്കെ ഭംഗി കണ്ടപ്പോൾ ഇത് കൂടെ ഇങ്ങനെ ഒന്ന് ക്യാമറ ഓടിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ക്യാപ്സിക്കം നമ്മൾ അതുപോലെ നൂഡിൽസ് ഉണ്ടാക്കാനും ചിക്കനിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളത് ക്യാപ്സിക്കം നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നമ്മൾ വാങ്ങാൻ വേണ്ടി വന്നതുകൊണ്ട് ഇതൊക്കെ നോക്കി വിട്ടു. പിന്നെ മല്ലിയില നമുക്ക് എല്ലാത്തിനും ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ആവശ്യമുണ്ട്. ഞാൻ എപ്പോഴും മല്ലിയിലയും പുതിനയിലയും എടുക്കും. അപ്പോൾ ഇതാ നമ്മൾ മലയാളികൾ ചെയ്യുന്ന പോലെ അങ്ങ് അറ്റത്തുനിന്ന് ഞാൻ എടുത്തതാട്ടോ. ഇവിടെ മുന്നിലിട്ടതൊന്നും പോരാതെ ഞാൻ അടിയിൽ നിന്നും എല്ലാം പെറുക്കിയെടുക്കും. എന്നിട്ട് ഒരില പോലും കേടില്ലാത്തതൊക്കെ നോക്കിയെടുക്കുമ്പോഴത്തേനും അതിനൊരു 5-10 മിനിറ്റ് അവിടെ തന്നെ പോട്ടെ ഇല സെഷനിൽ. അപ്പോൾ വേറെയും ആരെങ്കിലും വരും, അവരും നമ്മളും ഒരുമിച്ച് തപ്പും. നല്ലതാർക്കാണോ കിട്ടുന്നത് നോക്കി അവിടെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കും. പിന്നെ അതേപോലെ തന്നെ ആ ചീരയും എപ്പോഴും എടുക്കാൻ മുമ്പ് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ ഒപ്പം എടുക്കാൻ. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ മോനാണ് നമുക്ക് ചീര എടുക്കുമ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് തായോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എനിക്ക് എടുത്ത് തരികയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു സംഭവം മാത്രമല്ലേ കാണുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ എന്നെയും കൂടി ഒന്ന് എടുത്ത് താന്ന് പറഞ്ഞപ്പോൾ അവൻ ശരിയെന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യണം. അത് ആരൊക്കെയോ സൈഡിൽ കൂടെ വരുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നിന്ന് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഇതാ ചീര സെഷനും തേങ്ങയൊക്കെ കഴിഞ്ഞ് മത്തങ്ങയും വാങ്ങിച്ച് നമ്മളവിടെ നിന്ന് വിട്ടു. ഫ്രൂട്ട്സൊന്നും പിന്നെ വാങ്ങുന്നില്ല. മുന്തിരി അക്കുവിന് ഇഷ്ടമായതുകൊണ്ട് മുന്തിരി എടുക്കാൻ പോയി. പക്ഷെ അതിൽ നല്ലോണം എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് എനിക്ക് കണ്ടപ്പോൾ ഇങ്ങോട്ട് ശരിയായില്ല. പിന്നെ വ്യാഴാഴ്ചയാണല്ലോ, വെള്ളിയും ശനിയൊന്നും സ്കൂളും ഇല്ല. സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നോക്കിയത്. അപ്പോൾ സ്കൂളില്ല 2 ദിവസം. പിന്നെ വാങ്ങിയിട്ട് വെറുതെ വേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ വെച്ചു കേട്ടോ. പച്ചമാങ്ങ നോക്കി, പക്ഷെ എല്ലാം മാങ്ങ പഴുത്തതായിരുന്നു, അതുകൊണ്ട് അതും എടുത്തില്ല. പിന്നെ നമ്മൾ യോഗട്ട് തപ്പി നടക്കുകയാണ്. യോഗട്ട് ഇവിടെ നിന്ന് വാങ്ങണോ അതോ കോൾഡ് സ്റ്റോറിൽ നിന്ന് വാങ്ങണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച സാധനം. പിന്നെ ഇതാ ഐസ്ക്രീംസും കാര്യങ്ങളും ഇതൊന്നും വാങ്ങാനല്ല, ജസ്റ്റ് എല്ലാം കണ്ടുപോയിക്കോ, ഒന്നും എടുക്കണ്ട. കാരണം ജലദോഷമുണ്ട് മോന്, അപ്പോൾ അതുകൊണ്ട് മൂക്കൊലിപ്പൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും എടുക്കണ്ട, എക്സാംസൊക്കെ വരികയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഞാൻ അന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടൻ ദുബായിലോ UAE ഉള്ള ഒരാൾ ലുലുവിൽ ഇതുപോലെ ബോൺലെസ് ആയിട്ടുള്ള ബീഫിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് നോക്കുകയാണേ.
ആ ബോബി വീലിന് എഴുതിയ സംഭവം കൊണ്ട് അത് ഈ ഇളം ബീഫാണെന്ന് പറഞ്ഞു. അതിനേക്കാളും ടേസ്റ്റ് ഈ റെഡ് കളറാണെന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് കാണിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനില്ലാതെ എപ്പോഴെങ്കിലും വന്നാലും ഇതാണ് ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കായിരുന്നു. അടുത്ത് നമുക്ക് അരിപ്പൊടി എടുക്കണം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടിയൊക്കെ കഴിഞ്ഞു. 1-2 തവണ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടോ, അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ വെള്ളിയാഴ്ചക്കാണെങ്കിൽ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള സാധനം പുട്ടും കടലയും. അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലുലുവിൻ്റെ ഈ ഒരു അരിപ്പൊടി എടുക്കുകയാണ്. ഈ അരിപ്പൊടി കുഴപ്പമില്ല കേട്ടോ, സോഫ്റ്റ് ഒരു ഓക്കെ അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലിംഗ് സെഷനിലേക്ക് എത്തി. ബില്ലിംഗ് സെഷൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ ഇഷ്ടംപോലെ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ പിള്ളേർ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാവണം. അപ്പോൾ നമ്മളത് നോക്കി മാത്രം മതി, എടുക്കണ്ടെന്ന് പറഞ്ഞു. കാരണം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ പെറുക്കി വയ്ക്കണം. ഇത് വളരെ കുറവാട്ടോ. എപ്പോഴും ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ പൊട്ടാറുണ്ട്. കാരണം മന്ത്ലിയാണ് വരിക. ഇതിപ്പോൾ മന്ത്ലി അല്ല, ഐ മീൻ ഇടയിലൊന്ന് വന്നതാട്ടോ. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ ആയി വന്നിട്ടും. പിന്നെ വ്യാഴാഴ്ച വൈകുന്നേരം ആയതുകൊണ്ടൊന്ന് നടക്കാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ വന്ന് സോപ്പ് പൊടിയൊക്കെ ഓഫറിന് കിട്ടിയിട്ടോ. ഉജാലേൻ്റെ സോപ്പ് പൊടി ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, വേറൊരു ബ്രാൻഡാണ് വാങ്ങുക. പിന്നെ ഓൺലൈനിൽ കണ്ടപ്പോൾ ഓഫറിന് 5 kg കണ്ടപ്പോൾ അതും എടുത്തു കേട്ടോ. അപ്പോൾ അതെടുത്തു. ആകെ ടെൻഷനിൽ നിൽക്കുക. ഞാനാണല്ലോ ബഡ്ജറ്റ് ഇട്ട ആൾ, എല്ലാം കൂടി സെറ്റ് ആവുമെന്ന്. ഭാഗ്യത്തിന് തരക്കേടില്ലാത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് ബില്ലിംഗ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ മെല്ലെ വിടാൻ നിൽക്കാൻ അതിന് മുന്നേ കുറച്ച് സാധനങ്ങൾ ഹസ്ബൻഡിന് ഓഫീസിൽ ചെറിയൊരു പൂൾ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെയോ ഡ്രസ്സൊക്കെ വേണമെന്ന് പറഞ്ഞു. പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ പിള്ളേർ തിരിച്ചു വരുമ്പോൾ നല്ല വെയിലാണ്. അപ്പോൾ ക്യാപ്പ് കൊടുത്തേക്കാൻ പറഞ്ഞിരുന്നു ടീച്ചർ. അപ്പോൾ ക്യാപ്പും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മേലത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. മേലത്തെ ഫ്ലോറിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ മൊത്തത്തിലുള്ള വ്യൂ കാണുമ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കും ഞാൻ. നല്ല ടൈം പാസ്സാണ് സത്യം പറഞ്ഞാൽ. മാളിലൊക്കെ വന്നാൽ ചിലപ്പോൾ ആണുങ്ങൾക്ക് ഹസ്ബൻഡ്സിനൊക്കെ ബോറടിക്കായിരിക്കും, സ്ത്രീകൾക്ക് എന്തായാലും വലിയ ബോറിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് കുട്ടികളുടെ സെഷനാണ് കേട്ടോ. ഇവിടെ നമ്മൾ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റും. നമ്മൾ കാർഡ് എടുത്തിട്ടില്ല. അപ്പം ഞാൻ മോനൊരു ഓഫറൊക്കെ കൊടുത്തു. ടെസ്റ്റൊക്കെ വരുന്നുണ്ടല്ലോ ക്ലാസ്സിൽ. അവൻ UKG-യിലാണ്. അപ്പോൾ ടെസ്റ്റിൽ എല്ലാം ഫുൾ സ്കോർ ചെയ്താൽ ഷുവറായിട്ടും ഇവിടെ നിന്ന് കാർഡ് എടുത്ത് തരും. കാരണം ഇനിയിപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ വരാൻ പോവുകയാണ് അവർക്ക്, ജൂൺ ലാസ്റ്റോട് കൂടി. പിന്നെ സെപ്റ്റംബർ 6th വരെയാണ് കേട്ടോ വെക്കേഷൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവനെ ഇവിടെ കൊണ്ടുവരാം വ്യാഴാഴ്ചകളിലൊക്കെ. അപ്പോൾ കാർഡും ഇതൊക്കെ എടുത്തു തരണമെങ്കിൽ അവനൊരു ഓഫറും കൂടി കൊടുത്തു. ഒരു മോട്ടിവേഷനും ആയിക്കോട്ടെ. വെറുതെ അങ്ങോട്ട് എല്ലാ ഫെസിലിറ്റിയും കൊടുത്താൽ ഇവർക്ക് അതിൻ്റെ ഒരു വാല്യൂ ഒന്നും മനസ്സിലാവില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എക്സാമിന് നല്ല സ്കോർ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എപ്പോഴും എക്സാം ഡേറ്റ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതിന് ഡിസൈൻ ഒരു കുട പോലെ, അതങ്ങനെ വെറൈറ്റി ആയി തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഹസ്ബൻഡിന് ആ ഒരു ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ. പൂൾ പാർട്ടിക്ക് പോകുമ്പോഴുള്ള ആ ഒരു കോസ്റ്റ്യൂമൊക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ പിന്നെ ആസ് യൂഷ്വൽ ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇങ്ങനെ തപ്പിത്തടഞ്ഞ് ഇങ്ങനെ നടക്കാൻ അതൊരു രസം. ഇവിടെ വന്നാൽ ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ പോയ കുട്ടികളെ പോലെ ഞാനിങ്ങനെ നടന്നോളും. തീരെയും ബോറടിക്കില്ല. എത്ര മണിക്കൂർ വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ച് മോന് ക്യാപ്പും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് അവൻ അവിടെ ട്രയൽ റൂമിൽ പോയിട്ട് സ്വന്തമായിട്ട് ഹായ് എന്ന് പറഞ്ഞൊക്കെ കളിക്കുകയായിരുന്നു കേട്ടോ. ഇതല്ല, അതിനകത്തേക്ക് കയറിപ്പോയി. ഞാൻ വിചാരിച്ചു ഇവന് ഒറ്റയ്ക്ക് എന്താ കാണിക്കുന്നതെന്ന് നോക്കുമ്പോൾ ഒറ്റയ്ക്ക് കണ്ണാടി നോക്കിയിട്ട് ഹായ് പറഞ്ഞ് കളിക്കുകയാണ്. ഞാനാണെങ്കിൽ അതിനിടയ്ക്ക് കുറച്ച് പട്ടി ഷോ നടത്താമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് പോവുകയാണ്. അവിടെ കുറച്ച് ക്യാപ്പൊക്കെ കണ്ടു. അപ്പോൾ അതും കൂടി നോക്കണം. അതും കൂടി നോക്കിയിട്ട് സെറ്റ് ആവുകയാണെങ്കിൽ എടുക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഓൺലൈനിന്നോ മറ്റോ നോക്കണം കേട്ടോ. കണ്ടിട്ടൊക്കെ വലിയ ക്യാപ്പൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സെറ്റ് ആവുമോയെന്ന് അറിയില്ല. എന്തായാലും ഞാൻ അവിടെ നോക്കുന്ന സമയത്ത് വേറൊരു പയ്യൻ ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ കുതിരക്കാരൻ്റെയൊക്കെ പോലത്തെ ഒരു പലതരം ക്യാപ്പും കാര്യങ്ങളൊക്കെ കണ്ടു. അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നോക്കി. അതിനിടയ്ക്ക് പാൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു നോക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്നു, ക്ലോത്തൊക്കെ വലിയ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുറച്ച് ടീഷർട്ടും പിന്നെ അതുപോലെ ലോവർ നമ്മുടെ ജിമ്മിൽ പോകുന്ന കോസ്റ്റ്യൂംസൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. അതൊക്കെ ഓക്കെ ആയിരുന്നു, അത്രേ ഉള്ളൂ. വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചല്ലേ പറ്റൂ. നാട്ടിലെ പോലെയുള്ള ക്വാളിറ്റി സംശയമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാപ്പ് കേട്ടോ. അത് നേരത്തെ ഒരു പയ്യൻ അവിടെ ഇട്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും പോയി എൻ്റെ ഒരു ആഗ്രഹത്തിന് ഇട്ടതാണ്. ഇതൊന്നും കാശ് കൊടുത്ത് വാങ്ങിച്ചിടേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ നമ്മളിതുപോലെ പട്ടി ഷോ കാണിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ 2-3 ക്യാപ്പൊക്കെ ഞാൻ വെച്ചിങ്ങനെ എടുത്തു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. മീൻ പിടിക്കാൻ പോകുന്ന പോലത്തെയൊക്കെ ടൈപ്പ് അങ്ങനെയല്ല, അതിൻ്റെ ഒരു മോഡൽ
അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഇങ്ങനെ താഴെ കഴുത്തിൻ്റെ അവിടെ കെട്ടുന്ന പോലെയൊക്കെ ആയിട്ട്. പിന്നെ ഇതാ ക്യാപ്പുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് ക്യാപ്പ് ഇടാൻ. ആദ്യം എനിക്കിഷ്ടമല്ല, പിന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു രസം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ കാണുമ്പോൾ അത് നോക്കും. അപ്പോൾ ഇവനിതാ ക്യാപ്പ് എടുത്തോന്ന് പറഞ്ഞപ്പോൾ അവന് റെഡ് കളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ റെഡ് വെച്ച് നോക്കിയപ്പോൾ അവൻ്റെ തലയ്ക്ക് വലിയ ഒരു ക്യാപ്പാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനും വെച്ച് നോക്കി. വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. എനിക്ക് കറക്റ്റാണ്. പക്ഷെ എനിക്കിപ്പോൾ ഒരു ക്യാപ്പിൻ്റെ ഒരു ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ ഒരു വെള്ള ക്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് അതും കൂടി വെച്ച് നോക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും കൂടി മെല്ലെ എടുത്ത് വെച്ച് നോക്കി. മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ എന്താ എന്നുള്ളൊരു ചമ്മലും ഇതൊക്കെ എനിക്കുണ്ട്. എന്നാലും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ നിൽക്കുക കേട്ടോ. നോക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. ഞാനിത് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ വേറെ ആഫ്രിക്ക സൊമാലിയ ടീമൊക്കെ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല, അഡ്ജസ്റ്റ് ആക്കി ഇങ്ങനെ പോവുമല്ലേ. പിന്നെ ഇതാ ഹസ്ബൻഡ് മറ്റേതൊക്കെ നോക്കുന്ന ഡ്രസ്സൊക്കെ നോക്കുന്ന സമയം കൊണ്ട് ഞാനിതാ ബാഗ് സെഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞാനിവിടെ വന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാഗ് ഇതാ നല്ല രസമുണ്ട് കാണാൻ. നമ്മളൊന്നും വാങ്ങിയില്ലെങ്കിൽ ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നോക്കി നടക്കുക എന്നുള്ളത് ഒരു രസമുള്ള കാര്യമാണല്ലോ. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ നമ്മളിതാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നല്ല താഴോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കണ്ടോ. അല്ലെങ്കിൽ ഈ കൊട്ട നിറഞ്ഞ് നിൽക്കും നമ്മുടെ കാർട്ട്. ഇന്ന് നല്ല ഒതുക്കത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോഴേക്കും നമ്മുടെ സ്ഥിരമായിട്ട് വരുന്ന ഡ്രൈവറുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ താഴെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അങ്ങനെ വന്നു, സാധനങ്ങളൊക്കെ കയറ്റി മെല്ലെ സ്ഥലം വിടുകയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇപ്പം തന്നെ ഏകദേശം 10-11 മണി ആവാനായിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ടൊന്ന് റിലാക്സ് ചെയ്തിട്ട് പറ്റിയാൽ ഒരു പടവും കണ്ട് കിടന്നുറങ്ങണം, വീക്കെൻഡ് ആയതുകൊണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് നിയറാണ് കേട്ടോ, ജസ്റ്റ് 5 മിനിറ്റ്സിൻ്റെ ഉള്ളിലേ ഉള്ളൂ. നടക്കുകയാണെങ്കിൽ ഒരു 12-15 മിനിറ്റിനുള്ളിൽ തന്നെ എത്തും. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നടന്നു പോയി, തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഈ ടാക്സി വിളിച്ചിട്ട് വന്നത്. ആദ്യമായിട്ടാണ് നടന്നു പോയത് കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ അത് നടന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലുലു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വലിയ ഷോപ്പിംഗ് ആവുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും എടുക്കാത്തതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത്രയല്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.